നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് പഴയ നിയമ തിരുവെഴുത്തുകളുടെ ദൈവനിശ്വാസ്യതയ്ക്ക് പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിട്ടുള്ള സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഴയ നിയമ തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ അരുളപ്പാടുകളാണെന്നും അവ ദൈവവചനമാണെന്നും ദൈവനിശ്വാസിയുമാണെന്നും നമുക്ക് ഉത്തമമായ ബോധ്യം ലഭിക്കത്തക്ക നിലയിലുള്ള പല പുതിയ നിയമ സാക്ഷ്യങ്ങളും പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായി വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 42 വാക്യം. എല്ലാ വാക്യങ്ങളും വായിച്ചു കേൾപ്പിക്കുവാൻ ഇവിടെ എനിക്ക് സാധിക്കുകയില്ല. അവിടെ 21 അധ്യായത്തിന്റെ 42 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവും ആയിരിക്കുന്നു. 118 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദ ജനത ദേശീയമായി തന്നെ ഉപേക്ഷിച്ച് കളയുന്നതിന്റെ പ്രവചനപരമായി പറഞ്ഞ വചനഭാഗമാണത്. ഇതുകൂടാതെ 22 അധ്യായം, മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. എല്ലാവരും ദൈവദൂതന്മാരെ പോലെ ആകുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളിച്ചെയ്യുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അവൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അവൻ പറഞ്ഞു. ഇവിടെ കർത്താവായ യേശു ഈ വാക്യത്തിലും പറയുന്ന വാക്യാംശങ്ങൾ പഴയ നിയമ തിരുവെഴുത്തുകൾ തികച്ചും ദൈവശ്വാസീയമാണ് എന്നുള്ളതിന് തെളിവാണ്. മത്തായിയുടെ സുവിശേഷം തന്നെ 26 54 56 വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു. അത് കർത്താവായ യേശു വീണ്ടും തന്റെ കഷ്ടാനുഭവത്തോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതാകുന്നു എന്ന് മുൻപ് കൂട്ടി പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ എടുത്ത് കാണുകയാണ്. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായത്തിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമ്മുടെ കർത്താവായ യേശു തിരുവെഴുത്തുകൾക്ക് പറയുന്ന മനോഹരമായ ദൈവനിശ്വാസിയുടെ സാക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിലെ ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ 2:22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ അവിടെ നാം വായിക്കുന്നു: അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന്റെ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്ത് യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ തിരുവെഴുത്തിലെ വചനങ്ങളെ ശിഷ്യന്മാര് പിന്നീട് വിശ്വസിച്ചതായി പറയുന്ന വാക്യാംശമാണത്. ഇതുകൂടാതെ യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിന്റെ 39, 10 അധ്യായത്തിന്റെ 35 ഈ വാക്യങ്ങളിലും ക്രിസ്തു ശിഷ്യന്മാർ തിരുവെഴുത്തുകളെ വിശ്വസിച്ചതായും അതിന്റെ ദൈവ നിശ്വാസീയത അംഗീകരിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17:2, 11, 18:28 പൗലോസിന്റെ പ്രതിവാദത്തോട് ബന്ധപ്പെട്ട് ആ വ്യക്തത കർത്താവ് പൗലോസ് പറയുകയും വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് യഹൂദന്മാരെ തന്റെ ഡിഫൻസിൽ മിണ്ടാതാക്കുകയും ചെയ്യുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. തുടർന്ന് റോമാലേഖനം 1 അധ്യായത്തിന്റെ 2 വാക്യം, 4 അധ്യായത്തിന്റെ 3 വാക്യം, 9 അധ്യായത്തിന്റെ 17 വാക്യം, 10 അധ്യായത്തിന്റെ 11 വാക്യം, 11:2, 15:4, 16, 26 ഈ വാക്യങ്ങളിലെല്ലാം പഴയ നിയമത്തിലെ സമർത്ഥമായ ഉദ്ധരണികൾ അപ്പോസ്തലനായ പൗലോസ് ഉദ്ധരിച്ചിരിക്കുന്നതായി നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായത്തിന്റെ 3, 4 വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകളുടെ ദൈവനിശ്വാസ്യതയെ പുനരുത്ഥാനത്തോട് നിബന്ധിപ്പിച്ച് കർത്താവായ യേശു സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഗലാത്യ ലേഖനം 3:8, 3:22, 4:30 ഈ വചനഭാഗങ്ങളിലെല്ലാം
അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പഴയ നിയമ തിരുവെഴുത്തുകളിലേക്ക് മടങ്ങിപ്പോയിട്ട് അവ ദൈവനിശ്വാസീയമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, ആ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടരുത്. കർത്താവിന്റെ പേരിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്ക് അവർക്ക് ന്യായമാത് ലഭിക്കണം, കൊടുക്കണം എന്ന് പറയുന്ന വേറൊരു ഭാഗമാണ്. അതുപോലെ 2 തിമോത്തി 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളവനായി തീരുന്നു എന്ന് വായിക്കുന്നു. അതുപോലെ തന്നെ പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളും 3:16 വായിക്കുമ്പോൾ തിരുവെഴുത്ത് ഒരിക്കലും മനുഷ്യന്റെ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം എന്ന് പത്രോസും പറയുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിലെ എല്ലാ ദൈവവചന ഭാഗവും ദൈവത്താൽ നിശ്വാസിതമായ ദൈവവചനമാണെന്ന് പുതിയ നിയമത്തിൽ കർത്താവായ യേശുവും അപ്പോസ്തലനായ പൗലോസും പത്രോസും ശേഷം അപ്പോസ്തലന്മാരും വ്യക്തമായി അത് ദൃഢീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഴയ നിയമ തിരുവെഴുത്തുകൾക്ക് പുതിയ നിയമം നൽകുന്ന ഈ ദൈവനിശ്വാസ സാക്ഷ്യം ഏറ്റവും പ്രബലവും ശക്തവുമാണ് എന്ന് ഈ പഠനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.